സഹോദരന്മാരെ, ഇദ്ദേഹത്തിന്റെ വീഡിയോ നിങ്ങളെല്ലാം ശ്രദ്ധയിൽപ്പെടുന്നതായിരിക്കും. ഇദ്ദേഹത്തിന്റെ ഈ വീഡിയോ നിങ്ങളൊന്ന് കേട്ടോക്കിയേ. മരിച്ചുപോയവരാരുണ്ടോ? വിഷമിക്കണ്ട. മരിച്ചുപോലെ എണീപ്പിക്കുന്ന ഒരു സ്ഥാപനം തുറന്നു നമുക്ക് അതിനെ കുറിച്ചൊന്ന് പഠിക്കാം. ഇദ്ദേഹം ഇടതുപക്ഷ സർക്കാരിന്റെ കാലത്ത് ഇടതുപക്ഷത്തിലുള്ള മന്ത്രിമാരെയും MLA-മാരെയും നേതാക്കന്മാരെയും അതിരൂക്ഷമായ രൂപത്തിൽ കളിയാക്കിയിട്ട് വീഡിയോ ഇറക്കിയിട്ട് റീച്ചായ ഒരു വ്യക്തിയാണ് ഇദ്ദേഹം. ഇപ്പോൾ UDF സർക്കാർ വന്നതിന് ശേഷം അതിലുള്ള മന്ത്രിമാരെയും അതിലുള്ള നേതാക്കന്മാരെയും MLA-മാരെയും ട്രോളുന്നതിന് പരിമിതി ഉണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് പുതിയൊരു അടവുമായിട്ട് വന്നിരിക്കുക. എന്ന് സുന്നി പണ്ഡിതന്മാർ സുന്നി നേതാക്കന്മാർ എന്തെങ്കിലും പറഞ്ഞെങ്കിൽ അത് എടുത്തുകൊണ്ടാണ്ട് അത് കട്ട് ചെയ്തിട്ട് ഈ മുജാഹിദ് അതേപോലെ ഈ കള്ളത്തരീക്കത്തുകാരെല്ലാം ചെയ്യുന്ന പരിപാടി പോലെ അത് കട്ട് ചെയ്തിട്ട് അതിന്റെ കുറച്ച് ഭാഗം കേൾപ്പിച്ചിട്ട് അതിലെന്ത് ചെയ്യുക, പൊടിപ്പും തെങ്ങലും കൂട്ടിയിട്ട് കഥാപ്രസംഗം നടത്തി കളിയാക്കിയിട്ട് വീഡിയോ ഇറക്കുന്ന പരിപാടിയാണ് ഇദ്ദേഹം ഇപ്പം തുടർന്നുകൊണ്ടേയിരിക്കുന്നത്. മുമ്പ് സമസ്തയിലുള്ള നേതാക്കന്മാരെ അതിരൂക്ഷമായ രൂപത്തിൽ കളിയാക്കിയിട്ട് വീഡിയോ ഇറക്കിയ വ്യക്തിയാണ് ഇദ്ദേഹം. ഇപ്പോൾ അബ്ദുൽ ഹക്കീം അസേരി ഉസ്താദ് യൂനാനി ചികിത്സയുമായി ബന്ധപ്പെട്ടിട്ട് ഒരു കാര്യം പറഞ്ഞു. ആ കാര്യത്തിൽ എന്ത് ചെയ്യുക, എന്നിട്ട് ഇദ്ദേഹം പറയുക, ഇനി രോഗം വന്നിട്ട് ചികിത്സിക്കൊന്നും വേണ്ട, കൈകാലൊന്നും തളർന്നിട്ടൊന്നും എന്തിനാ ചികിത്സിക്കണ്ട, മരിച്ചിട്ടാകുമ്പോൾ കൊണ്ടുപോയി കഴിഞ്ഞാൽ അവിടുന്ന് ജീവൻ വെച്ചിട്ട് വരുമെന്നാണ് പറഞ്ഞതെന്ന് അറിയുന്നു. എന്നാൽ അബ്ദുൽ ഹക്കീം അസേരി പറഞ്ഞ ഫുള്ളായിട്ട് ഇദ്ദേഹം കേൾപ്പിച്ചിട്ടില്ല. എന്നാൽ ഇദ്ദേഹം കേട്ടിട്ടുണ്ടാവും. ചിലപ്പോൾ പ്രായമായതുകൊണ്ട് കേൾവി ശക്തി വളരെ കുറവായിരിക്കും. അതുകൊണ്ടായിരിക്കും ഇദ്ദേഹം കേൾക്കാതെയായിപ്പോയെ. എന്നാൽ അബ്ദുൽ ഹക്കീം അസേരി എന്താണ് പറഞ്ഞത്, അതിന്റെ പൂർണ്ണ രൂപം ഇതൊന്ന് കേട്ടോക്ക്. സീന എന്ന് പറയുന്ന വൈദ്യൻ സൈക്കോളജിക്കൽ ട്രീറ്റ്മെന്റ് നടത്തി. വൈദ്യശാസ്ത്രം, യുനാനി വൈദ്യശാസ്ത്രം അവിടുന്ന് വരുന്നതാണ്. ഇന്നിപ്പോ മർക്കസ് നോളജ് സിറ്റിയിൽ കേരളത്തിലെ ആദ്യത്തെ യുനാനി മെഡിക്കൽ കോളേജ് തുടങ്ങിയിട്ടുണ്ട്. ഇന്ത്യയിൽ 50 മെഡിക്കൽ കോളേജ് ഉണ്ട്. മാറാത്ത രോഗികൾ അവിടെ വന്ന് ചികിത്സിച്ച് മാറിപ്പോകുന്നു. മരിച്ച മനുഷ്യനെ എഴുന്നേൽപ്പിച്ചത് ഞാൻ കണ്ടു. റൂഹ് മാത്രം ബാക്കിയുണ്ട്, ബാക്കിയൊക്കെ മരിച്ചു പോയിട്ടുണ്ട്. ഹോസ്പിറ്റലിലേക്ക് ഈ അലോപ്പതി മെഡിക്കൽ കോളേജ് കൊണ്ടുപോയി വെന്റിലേറ്ററിലിട്ടു. ഡോക്ടർമാർ പറഞ്ഞു 2 ദിവസമേ നിൽക്കുള്ളൂ. അങ്ങനെ യുനാനി ഹോസ്പിറ്റലിൽ കൊണ്ടുവന്ന് ചികിത്സിച്ചു. 1 മാസമായപ്പോൾ മെല്ലെ കയ്യും കാലൊക്കെ അനക്കാൻ തുടങ്ങി. 3 മാസം കഴിഞ്ഞപ്പോൾ ഒരു ദിവസം അയാൾ ഇങ്ങനെ കോണി കയറി പോകുന്നത് എനിക്ക് കാണാൻ കഴിഞ്ഞു. കഷണ്ടിക്ക് ചികിത്സ ഉണ്ടോ? അസൂയക്കും ചികിത്സയില്ല, കഷണ്ടിക്കും ചികിത്സ ഇല്ല എന്നാണ് നമ്മൾ സാധാരണ പറയാറുള്ളത്. ഇത് കേട്ടില്ലേ? അബ്ദുൽ ഹക്കീം അസേരി എന്നാ പറഞ്ഞേ, യുനാനി ചികിത്സയിൽ ഒരാൾ ശരീരം തളർന്ന് മരിച്ചെന്നല്ല പറഞ്ഞിന്, റൂഹുണ്ട്, ജീവനുണ്ട് അദ്ദേഹത്തിന്. പക്ഷേ അദ്ദേഹത്തിന്റെ ശരീരം തളർന്നുപോയി. എന്നിട്ട് വന്ന ആള് അടുത്ത് ചികിത്സിച്ചിട്ട് മര്യാദയ്ക്ക് എണീച്ച് നടന്നിട്ട് പോയിട്ടുണ്ട് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അത് കട്ട് ചെയ്ത് ചെയ്യാണ്ട് ഇനി പൊടിപ്പ് നിങ്ങൾ കൂട്ടാൻ വേണ്ടി പറ്റൂലോ. എന്നാൽ ഇദ്ദേഹത്തെ പോലെയുള്ള ആൾക്കാർ മനസ്സിലാക്കേണ്ടതെന്നറിയാം. നിങ്ങൾ കോട്ടക്കൽ ആര്യവൈദ്യശാലയിൽ പോകുക, എന്നിട്ട് അവരോട് ചോദിച്ചാൽ മതി, ഈ ശരീരം തളർന്നവരുടെ ചരിത്രം കൊണ്ടാ നിങ്ങളടുത്ത് ഇങ്ങനെ ആയിരിക്കും ചികിത്സ കൊടുത്തതാണ്. അവർ പറഞ്ഞൊരു കാര്യങ്ങൾ അവരെ ബുക്കിൽ എഴുതി വെച്ചിട്ടുണ്ടാവും. 100 ആയിരക്കണക്കിന് കഥകൾ അവർക്ക് പറയാനുണ്ടാവും. ജീവനുണ്ടാവും, ശരീരം തളർന്നുപോയി. അതെന്ത് ചെയ്യൂ, ഈ യുനാനി മെഡിക്കലുടെയും ആയുർവേദത്തിനും അതിനുള്ളൊരു കഴിവുണ്ട്. അതെന്ത് ചെയ്ത് അവരെന്ത് ചെയ്ത് ചികിത്സിച്ചിട്ട് മാറ്റുന്നു, അത് സ്വാഭാവികം തന്നെ. അതാണ് എന്ത് ചെയ്യുന്നത്, മരിച്ച ആളെ എന്ത് ചെയ്ത് എണീപ്പിച്ച് കൊണ്ടുപോകുന്നു, റൂഹ് പോയ ആളെ എണീപ്പിച്ച് കൊണ്ടുപോകുന്നു എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ചിത്രീകരിച്ചിട്ട് വീഡിയോ ഇറക്കുന്ന കാക്കയാണ് ഈ കാക്ക. എന്നാൽ ഈ കാക്കാന്റെ എന്തെങ്കിലും ഒരു അവയവം, ഒരു ശരീരം തളർന്നു പോയിട്ട് കൊണ്ടുപോയിട്ട് ചികിത്സിച്ച് കഴിഞ്ഞാൽ മാറ്റിയെടുക്കാൻ വേണ്ടി പറ്റുമോ? അത് മാറ്റിയെടുക്കാൻ വേണ്ടി പറ്റൂല. കാണിച്ചെന്നാ ഇദ്ദേഹത്തിന്റെ മനസ്സിനാ താറാറ്. ഇയാളെ ശരീരം തളർന്നു പോയല്ല പ്രശ്നം. ഇയാളെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇയാളെ മനസ്സിനെ തളർന്നു പോയിട്ടാണ്. അതുകൊണ്ട് മനസ്സിന് എന്ത് ചെയ്യാൻ പറ്റൂല, നിയന്ത്രിച്ചിട്ട് യുനാനി മെഡിസിൻ കൊണ്ട് അല്ലെങ്കിൽ ആയുർവേദ മരുന്നുകളെ കൊണ്ട് എന്ത് ചെയ്യാൻ മാറ്റിയെടുക്കാൻ വേണ്ടി പറ്റൂല. ഇയാളെ ഫേസ്ബുക്കിന്റെ അടിയിൽ ഒരാൾ കമന്റ് ഇട്ടിട്ട് കണ്ട്, എന്ന് വയസ്സുകാലത്ത് വെറുക്കുന്നോളും മക്കളൊന്നും നോക്കുന്നുണ്ടാവില്ല, എവിടെയെങ്കിലും വയ്യാതാരായിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയായിരിക്കും. അതുകൊണ്ട് ഈ ഫേസ്ബുക്കിൽ വന്നിട്ട് ഈ സുന്നി പണ്ഡിതന്മാരുടെ പച്ചയറച്ച് തിന്നു കഴിഞ്ഞാൽ റീച്ച് കിട്ടുന്നുണ്ടാവും. അത് അങ്ങനെയാ. ഈ സുന്നി പണ്ഡിതന്മാരെ വന്നിട്ട് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ നല്ല റീച്ച് കിട്ടും. അത് കണ്ടിട്ട് അതിന്റെ മേലെ പിടിച്ചിട്ട് മുന്നോട്ട് പോകുന്ന വ്യക്തിയായിരിക്കും എന്ന് ഒരാൾ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടിട്ട് കമന്റ് ഇട്ടിട്ട് കണ്ട്. അത് ശരിയാകാനാണ് സാധ്യത. കാരണം എന്താ വെച്ചാൽ ഇദ്ദേഹത്തെ പോലെ ആൾക്കാർ സുന്നി പണ്ഡിതന്മാരുടെ വരടിക്ക് കയറിയ എന്നിട്ട് എന്ത് ചെയ്യുക, അവരെ പച്ചയറച്ച് തിന്നുക. വയസ്സല്ലായിന്, പ്രായമല്ലായിന്, അതൊന്നും ഓർമ്മയില്ല ഇദ്ദേഹത്തിന്. എന്നാൽ സത്യസന്ധമായിട്ട് വീഡിയോ ഇറക്കിക്കൂടെ, വീഡിയോയിൽ പറഞ്ഞൂടെ, കാര്യങ്ങൾ പറഞ്ഞൂടെ? എന്തിനാണ് ഈ കട്ടുമുറിച്ച ക്ലിപ്പുകൾ കൊണ്ടാണ്ട് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയിരിക്കുന്നത് ഈ പ്രായത്തിൽ? അത് എത്ര ആൾ കാണുന്നുണ്ടാവും? അതിന് മനുഷ്യന്മാർ തെറ്റിദ്ധരിക്കൂലേ? അതെന്തിനാ മനുഷ്യന്മാരെ എന്തിനാ തെറ്റിദ്ധരിപ്പിക്കുന്നത്? അതിന്റെ പൂർണ്ണ രൂപം എന്തുകൊണ്ട് ഇദ്ദേഹത്തിന് ഇട്ടുകൂടാ? എന്നിട്ട് പറഞ്ഞോട്ടെ, കാര്യങ്ങൾ പറഞ്ഞോട്ടെ. അതിലൊന്നും അഭിപ്രായ വ്യത്യാസമില്ല. വിമർശിക്കുന്നതിന് അഭിപ്രായ വ്യത്യാസമില്ല. സുന്നി പണ്ഡിതന്മാരെ വിമർശിക്കുന്നതിനൊന്നും അഭിപ്രായ വ്യത്യാസമില്ല. സത്യസന്ധമായിരിക്കണമെന്നേ ഉള്ളൂ. പക്ഷേ ഇതേപോലത്തെ പടുകളവന്മാർക്ക് സത്യസന്ധത എന്ന് പറഞ്ഞാൽ അറിഞ്ഞുകൂടാ. അതുകൊണ്ടാണ് സംഭവിക്കുന്നതാണ്.